ഹലോ അസ്സാം വലൈക്കും. ലക്ഷദ്വീപുകാരനാണ് ഞാൻ. നമ്മളെ ചങ്ങായിമാരും കൂടിയിട്ട് ഒരു കല്യാണത്തിന് പോകാട്ടോ. എൻ്റെ ഒപ്പമുള്ളത് തൃശ്ശൂരിൽ നിന്ന് വന്ന ഒരു ചങ്ങാതി ആട്ടോ. എൻ്റെ വീഡിയോസ് കണ്ടിട്ട് എനിക്ക് മെസ്സേജ് ആക്കിയിട്ട് നമ്മളിപ്പോൾ നല്ല ചങ്ങായിമാരായി. ഇതെൻ്റെ ഗസ്റ്റ് അല്ല കേട്ടോ, മറ്റൊരാളുമായി നമ്മളെ നാട് കാണാൻ വേണ്ടിയിട്ട് വന്ന നമ്മളെ ചങ്ങായിയാണ്. എൻ്റെ ഒപ്പം നിൽക്കണ തൃശ്ശൂരിൽ നിന്ന് വന്ന നമ്മുടെ ഒരു സുഹൃത്താട്ടോ. അപ്പം എൻ്റെ വീഡിയോസ് കണ്ടിട്ട്, ഞാൻ വീഡിയോസ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പം എൻ്റെ വീഡിയോസ് കണ്ടിട്ട് എനിക്ക് മെസ്സേജ് ആക്കിയതായിരുന്നു, നാട്ടിലേക്ക് വരുന്നുണ്ട്, കാണാൻ പറ്റുമെന്ന് നോക്കി. അപ്പോൾ വന്ന ദിവസം തന്നെ നമ്മൾ പോയി മീറ്റ് ചെയ്തു, സംസാരിച്ചു. അപ്പോൾ ഇന്ന് 5-ാമത്തെ ദിവസം തിരിച്ചു പോവാണ് നമ്മുടെ സുഹൃത്ത്. അപ്പോൾ ഇവിടുത്തെ ഈ നാട്ടിലെയും ഇവിടുത്തെ ഈ കാലാവസ്ഥയെ പറ്റിയും നമ്മുടെ നാട്ടിനെ പറ്റി നമുക്ക് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് നമുക്ക് ചോദിക്കാം നമ്മുടെ സുഹൃത്തിനോട്. എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ നാടും? ശരിക്കും മൊത്തത്തിൽ ഒരു അടിപൊളിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ വരുമ്പോൾ തന്നെ ആ ഒരു കാലാവസ്ഥയിൽ ഒരു സീനുകൊണ്ട് നമ്മൾ ഫ്ലൈറ്റ് എടുക്കുന്ന ഒരു ഡിലേ വന്നായിരുന്നു. പിന്നെ വന്ന ദിവസം ഇവിടെ ക്ലൈമറ്റിന് പ്രശ്നം ഉണ്ടായിരുന്നില്ല. ആദ്യത്തെ കുറച്ച് ദിവസങ്ങളൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല, അത് ലോക്കിയായിരുന്നു. ആദ്യം നമ്മൾ മൊത്തം കറങ്ങിയായിരുന്നു. പിന്നെ കുറേ പേര് ഫസ്റ്റ് ദിവസം തന്നെ കുറേ പേരെടുക്കാൻ പരിചയപ്പെട്ട് ആ ഒരു പരിചയപ്പെട്ടെങ്കിൽ ലാസ്റ്റ് എടുക്കുന്ന. പിന്നെ അതല്ലാണ്ട് നമ്മൾ രണ്ടാമത്തെ ദിവസം കുറേ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ഇറങ്ങിയായിരുന്നു, സ്നോർക്കലിങ് കാര്യങ്ങളൊക്കെ ഇറങ്ങിയായിരുന്നു. ഭയങ്കര ടൈം കിട്ടി. നമ്മളൊരു ഐസാക്ക് എന്ന് പറഞ്ഞ നമ്മൾ കുറേ നേരമൊക്കെ അതിനകത്ത് ഹോൾഡ് ചെയ്ത് നിർത്തിയായിരുന്നു. അതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ലാസ്റ്റ് പോകാറാകുമ്പോഴേക്കും നമുക്ക് ചെറുതായിട്ട് മഴ ഒരു സീൻ വന്നായിരുന്നു. പക്ഷെ അത് വേറെ ടൈപ്പ് ഓഫ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം വെച്ചാൽ ഞങ്ങൾ കടലിലേക്ക് ഇറങ്ങിയ സമയത്ത്, ഞങ്ങൾ ഗ്ലാസ് ബോട്ടിൽ ഇറങ്ങിയ സമയത്ത് മഴ പെയ്തായിരുന്നു. ഒട്ടും അത് എക്സ്പെക്ട് ചെയ്തായിരുന്നില്ല. പക്ഷെ അത് എപ്പോൾ പണ്ട് ആഗ്രഹിച്ചൊരു സംഭവമായിരുന്നു, കടലിൽ പോയി മഴയൊക്കെ പെയ്താകെ സീനായിട്ട് എങ്ങനെയാണ് കരയൊക്കെ വരുന്നത്. അത് വേറെ ടൈപ്പ് ഓഫ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമ്മളിപ്പം വേറെ കുറച്ച് പേര് വന്നവർക്ക് സ്കൂബയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയായിരുന്നില്ല. അവർ അന്നത്തെ ദിവസം മഴ പെയ്തുകൊണ്ട് അങ്ങനെ ഒരു ദിവസം എക്സ്ട്രാ നിന്നുകൊണ്ടിരിക്കുക. അത് പിന്നെ അത് ക്ലിയർ ആക്കാൻ പറ്റിയായിരുന്നു. എനിക്ക് 12 മീറ്റർ ചെയ്യാൻ ഭയങ്കര ഡീപ്പ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഓൾറെഡി ഉണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റ് ദിവസം ഡീപ്പും ചെയ്യാൻ, അതിന് മുമ്പ് ദിവസം ഷോർട്ടും ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാൻ പ്ലാൻ ചെയ്ത് വന്നത്. ഡീപ്പ് എനിക്ക് മിസ്സായി. പക്ഷെ കുഴപ്പമില്ല, ഞാൻ മൊത്തത്തിൽ അത് എക്സ്പീരിയൻസ് ചെയ്തായിരുന്നു. ഇപ്പോൾ പുതിയതായിട്ട് കുറച്ച് ഗസ്റ്റുകൾ ഇപ്പോൾ വന്നിട്ടുണ്ട്. അവർക്കിപ്പോൾ കാലാവസ്ഥയുടെ പ്രശ്നങ്ങൾ ചിലപ്പോൾ പ്രശ്നമായേക്കാം. കാരണം അത് ഇറങ്ങുന്ന കാര്യങ്ങളൊക്കെ വരും, ആക്ടിവിറ്റീസിൽ വരും. മൊത്തത്തിൽ ഓക്കെ ആയിരുന്നു. പിന്നെ നമുക്ക് ഒരു കല്യാണ ക്ഷണം കിട്ടി അവിടെ വന്നിട്ട് അങ്ങനെ കുറേ മൊത്തത്തിലൊരു വൈബായിരുന്നു. നമുക്ക് ആ ഒരു മഴ കിട്ടിയത് എനിക്ക് ഭയങ്കര ഓക്കെ ആയിരുന്നു. മൺസൂൺ നമ്മൾ ഓക്കെ ഭയങ്കര ഒരു ഇഷ്ടപ്പെട്ട ഒരു വൈബാണ് മൺസൂണിനോട്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ 2 കാലാവസ്ഥ നമുക്ക് ചെയ്യാൻ കിട്ടി. ഫസ്റ്റ് വന്ന ടൈമിലൊക്കെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ആ ഒരു വെയിൽ, ആ ഒരു സീനറി കാണുന്ന രീതിയിലുള്ള ക്ലൈമറ്റ് ചേഞ്ച് ആകുമ്പോഴുള്ള ഒരു സീനറിയുടെ കാണുന്ന ഒരു വൈബ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ആക്ച്വലി മൺസൂൺ ട്രിപ്പും ഇതും കൂടി മിക്സ് ആയി കിട്ടിയ ഒരു അവസ്ഥയായിരുന്നു, വൈബായിരുന്നു. അപ്പൊ മൺസൂൺ സ്റ്റാർട്ടിംഗ് ആണെന്ന് അറിഞ്ഞില്ലായിരുന്നു അല്ലെ? സ്റ്റാർട്ടിങ് ഞാൻ ആക്ച്വലി ജൂണിന് മുമ്പ് വരാന്നുള്ള രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ജൂൺ ആകുമ്പോഴേക്കും മഴ പെയ്യും, ജൂണിന് മുമ്പ് കവർ ചെയ്യണമെന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ഒരു ജനുവരി ഒക്കെ ആയപ്പോഴേക്കും ആ ഒരു ഇട്ടത്. പിന്നെ ആ ഒരു ലോക്ക് ഇട്ട ഡേറ്റ്. പിന്നെ നമുക്ക് ജോബിന്റെ കാര്യങ്ങളൊക്കെ കിട്ടുകൊണ്ട് ലീവിന്റെ കേസ് കൊണ്ട് നമുക്ക് മെയ് ലാസ്റ്റിക്ക് വരേണ്ടി വന്നു. പക്ഷെ വന്ന സമയത്ത് ആ ഇഷ്യൂസ് നമുക്ക് ഉണ്ടായിരുന്നില്ല. ലാസ്റ്റ് സമയത്ത് ആ ഒരു ഇത് വന്നായിരുന്നു. പക്ഷെ മൊത്തത്തിൽ ഞാൻ ഹാപ്പിയാണ്. കാരണം എനിക്കത് ഓക്കെയാണ്. ഓക്കെ, കണ്ടതിനും പരിചയപ്പെട്ടതിലൊക്കെ സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം എനിക്ക് വേറൊരു കാര്യം കൂടി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇനി വരാനുള്ള ആൾക്കാരുണ്ട്. അതായത് അടുത്ത സീസൺ, അപ്പോൾ ഇപ്പം മൺസൂൺ ആണല്ലോ, അപ്പോൾ മൺസൂൺ കഴിഞ്ഞിട്ട് അടുത്ത സീസണിൽ, അതായത് നല്ല സമ്മർ സീസണിൽ വരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം മെയ് മാസത്തിന് മുന്നേ വരിക. കാരണം മെയ് മാസം ആകുമ്പോഴേക്കും ചിലപ്പം പകുതി അല്ലെങ്കിൽ അവസാനം, അതങ്ങനെ പറയാൻ പറ്റൂല. ചില ടൈമിൽ ഇവിടെ പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് ആവും മെയ് മാസം ആകുമ്പോഴേക്കും. അപ്പം കാലാവസ്ഥ തുടങ്ങും. മൺസൂൺ പാക്കേജ് എടുത്ത് വരുന്നവർക്ക് ഓക്കെ ആണ്, കുഴപ്പമില്ല. അല്ലാതെ വരുന്ന ആൾക്കാർ ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ഏപ്രിലൊക്കെ വരാൻ മാക്സിമം എന്താക്കുക, നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ള കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഈ ചെറിയ വീഡിയോ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് എന്തായാലും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും. അതുവരേക്കും ബൈ ബൈ.